പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഫെബ്രുവരി ഇന്ന് ഏപ്രിൽ 15 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ,
കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നീക്കുവാവേ. മക്കളെ, ദൈവമായിട്ടുള്ള ഒരു യാത്ര വളരെ ഫ്രൂട്ട്ഫുൾ ആകാനുള്ള ചില രഹസ്യം പറഞ്ഞുതരാം. അതിലൊന്ന്, ഒരു ദിവസത്തെ വ്യാപാരം കഴിയുമ്പോഴേ ഇപ്പം നമ്മളെ കടക്കാർ, ഞാനേ നമ്മുടെ ജോമോൾ സിസ്റ്ററിന് ഒരു റിങ് വാങ്ങിക്കാൻ പോയി, ജോമോൾ സിസ്റ്ററിൻ്റെ വ്രതവാഗ്ദാനത്തിനെ. അപ്പോൾ ഒരു സ്വർണ്ണത്തെ റിങ് അപ്പോൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ചെല്ലണ കടയിൽ ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല. 8 മണിക്കാൻ ചെല്ലണത് രാത്രി. ഇവിടെയോ പോയിട്ട് വന്നിട്ട് താമസിച്ചത്. അപ്പം ഇത് ആർക്കും സന്തോഷമില്ലാത്ത കാരണം എന്നറിയാമോ? ഈ സ്വർണ്ണക്കടയിൽ ഓരോരുത്തരും ഓരോ പവിലിയൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവർ രാവിലെ, അപ്പം അവർ പോകാൻ നേരത്ത് രാവിലെ ഏൽപ്പിച്ച 25 കമ്മൽ, 1 പവൻ്റെ 10 മാല, 1.5 പവൻ്റെ 5 മാല, ഇങ്ങനെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് അത് ഏൽപ്പിച്ചത് എത്ര, സ്റ്റോക്ക് എത്ര, വിറ്റത് എത്ര, ബാക്കി എത്ര നോക്കണം. അപ്പോൾ ആ ഒരു ഭയങ്കര കയ്യിൽ നിന്ന് കാശ്, ഇപ്പം നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 400 രൂപയായിരിക്കും കിട്ടണത് അവിടുന്ന്, പക്ഷേ ചിലപ്പോൾ 4000 രൂപ കയ്യിൽ നിന്ന് പോകും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ജീവന്മാരുടെ പരിപാടിയാണ് സ്വർണ്ണക്കടയിൽ നടക്കുക. സ്വർണ്ണക്കടയിൽ നമ്മൾ രാത്രി ചെന്ന പ്രശ്നമാണ്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ മുള്ളേ നിൽക്കുകയാണ്. അപ്പോൾ ഞാനെങ്ങനെ ഓർത്തതേ, നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ്. അവസാനമാകുമ്പോൾ ഈ ഒരു ദിവസത്തെ വ്യാപാരം ദൈവമായിട്ടുള്ള ജീവിതം കഴിയുമ്പോൾ ഞാൻ ഇത് തിരിച്ച് നമ്മുടെ ആത്മജീവിതത്തോട് കൊണ്ടുവരികയാണേ. ഒരു ദിവസത്തെ ദൈവമായിട്ടുള്ള ജീവിതം കഴിയുമ്പോൾ നമ്മുടെ കർത്താവിന് കടക്കാരനായിട്ട് അവസാനിക്കരുത്. മറിച്ച് കർത്താവ് നമുക്ക് കടം തരാനുള്ള രീതി അവസാനിക്കണം. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കർത്താവിന് കടക്കാരനായിട്ട് അവസാനിക്കരുത്. കർത്താവ് നമുക്ക് കടം തരാനുണ്ടായിട്ട് അവസാനിക്കണം. കാര്യം എന്താ വെച്ചാൽ, നമ്മ കടത്തിലാണ് കിടക്കാൻ പോണെങ്കിൽ നമ്മ കടത്തിൽ തന്നെ മരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛാ എന്താണ് അച്ഛാ കർത്താവ് നമുക്ക് കടം തരാനുള്ള പോലെ എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എല്ലാ കാര്യവും കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ ഉത്ഥാനത്തിൽ എന്താ പറയണത്? ഉത്ഥാനത്തിന് അപ്പോസ്തലന്മാർ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ, ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുഷ്ഠിക്കുവാൻ അവരെ അഭ്യസിക്കുവാൻ. അതെ, അപ്പം കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് കൊണ്ട് കർത്താവ് നമുക്ക് അത്രയും സ്നേഹം. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും. അപ്പം നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ കർത്താവിന് നമ്മൾ സ്നേഹം ഉണ്ടാകും. അപ്പോൾ അത് കർത്താവിന് സ്നേഹം നമുക്ക് തന്ന് വീട്ടാനുള്ള രീതി വേണം നമ്മുടെ ഓരോ ദിവസവും അവസാനിക്കാൻ. അങ്ങനെ ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും, എന്നാൽ സൂപ്പറായിരിക്കും. നമ്മൾ ഇപ്പം പലപ്പോഴും അവസാനിക്കാമെന്നറിയാമോ? നമ്മൾ ഇപ്പം നിങ്ങളുടെ കുമ്പസാരം നീളുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്താ കാര്യം? കർത്താവിന് അങ്ങോട്ട് കൊടുക്കാനുള്ള രീതിയിലാണ് ജീവിതം പോണതില്ല. എല്ലാം അത് കൊടുത്താലും തീരാത്ത രീതിയിലാണ് ജീവിതം പോണത്. ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ദിവസം
ഞങ്ങളുടെ ഹോളിൽ ചെന്നപ്പോൾ ഒരു കസേര ഒടിഞ്ഞ് കിടക്കണം കാല്. ആ കസേരക്ക് 18,000 രൂപയാണ്. അത് കാലൊടിഞ്ഞു പോയി. ആരുടെ അടിക്കാൻ വന്ന കക്ഷികൾ ഒടിച്ചിട്ടതാണ്. പക്ഷെ അടിക്കാൻ വന്ന കക്ഷി വന്ന് രഹസ്യത്തിൽ എന്നോട് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണെന്ന് പറഞ്ഞു. ചില ആൾക്കാരാണെങ്കിൽ വീട്ടിൽ പോലും ഗ്ലാസ് പൊട്ടിയാൽ പോലും പറയത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് എടുത്തപ്പോൾ വസ്തി പൊട്ടിപ്പോയി, നിങ്ങളുടെ പിഞ്ഞാണം പൊട്ടിപ്പോയി, പക്ഷെ പറയത്തില്ല. എന്നിട്ട് അമ്മ കിടന്നിട്ട് കാരണം കേൾക്കാം, ആരാണ് പൊട്ടിച്ചത്, സത്യം പറ എന്ന് പറഞ്ഞാൽ മിണ്ടത്തില്ല. കാര്യം നിന്റെ കളവ് നീ പൊട്ടിച്ച് കളഞ്ഞത്, നീ സത്യം പറഞ്ഞുമില്ല, ആ കളവ് മറ്റുള്ളവരെ സംശയത്തിൽ നിഴലിലാക്കി. അപ്പം എന്താണ്? കടവായി. കർത്താവ് ഈ കടം ഒരിക്കലും തീരത്തില്ല. അതാണ് ഈ കടം തീർക്കണമെങ്കിൽ നമ്മൾ സ്വയം ഏറ്റു പറഞ്ഞിട്ട് ആ സാധനം മേടിച്ച് അവിടെ വെക്കണം. അപ്പോഴാണ് കടം തീരേണ്ടത്. പക്ഷേ പല കാര്യങ്ങൾ ഇങ്ങനെയല്ല അവസാനിക്കണം. ദൈവം നമ്മൾ ദൈവത്തിന് കൊടുത്ത് വീട്ടാനുള്ള പോലെ അവസാനിക്കണം. അങ്ങനെ അവസാനിച്ചാൽ വന്നുള്ള കുഴപ്പം വെച്ചാൽ നമ്മൾ പിരിഞ്ഞു പോകത്തില്ലേ? പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോ ദിവസം കിടക്കാൻ പോണത് കടത്തിലാണെങ്കിൽ മരിക്കാൻ പോണതും കടത്തിലായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ആരെ കൊടുത്ത് വിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണത്? മക്കളാ കൊടുത്ത് വിടത്തില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില സമയത്തൊക്കെ ഈ ആൾക്കാരെ കാണുന്നത് ഈ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അല്ലാത്ത സ്ഥലത്തു നിന്നും എവിടെ നിന്നായാലും ഇവർ ലീവിന് വരണില്ലേ? ലീവിനൊക്കെ വരുമ്പോൾ അവർ കുറേ ഉത്തരവാദിത്തമായിട്ടാണ് വരുന്നത്. തൃശ്ശൂർ കൊണ്ടുപോയി അവിടെ 20,000 കൊടുക്കണം, അപ്പുറത്ത് അവരടുത്ത് കൂട്ടുകാർ കൊടുത്തു വിട്ടിരിക്കുന്ന കാശാണ്. അതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന് കൊടുക്കണത് ഓരോ സാധനമായിട്ടും സമ്മാനമായിട്ടും നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 2-3 ബാഗ് ഈ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായിരിക്കും കൊണ്ടുവന്ന് വെക്കണത്. ഇങ്ങനെ കൊടുത്ത് നടന്ന് ഇവിടെ ലീവ് തീർന്നു. ഇവർ വിമാനത്തെ തിരിച്ചു പോകുന്ന സമയത്തായിരിക്കും, അയ്യോ അപ്പൻ്റെ കുഴിക്കെ പോയി പ്രാർത്ഥിച്ചില്ലല്ല, അത്രേ ഉള്ളു. ചിരിക്കണ്ട, അത്രേ ഉള്ളു. വിമാനത്തെ ഇങ്ങനെ തടിക്ക് കൊടുത്തിരിക്കും, ചുമ്മാ കാവട്ടെ. അവർ തിരക്കില്ല. നീ കടമുണ്ടാക്കി വെച്ചിട്ട് നിന്റെ മക്കളെ വീട്ടിൽ വന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. കടത്തിലാണ് നീ മരിക്കണമെങ്കിൽ, നീ കടത്തിലാണ് ഓരോ ദിവസവും നീ കിടക്കണമെങ്കിൽ കടത്തിൽ തന്നെ നീ മരിക്കും. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? കർത്താവ് ഇങ്ങോട്ട് തരാനുള്ള രീതിയിൽ ഓരോ ദിവസം അവസാനിക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.